ഇത്രയ്ക്ക് തരം താങ്ങി പോകരുത്. നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരല്ലേ, അതും കൊണ്ടാണ്. ഈ വീഡിയോ കണ്ടപ്പോ ഈ പുലയാടി മോളോട് എനിക്കും പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. നിന്നെയൊക്കെ ആരും ഒന്നും ചെയ്യില്ല, നിയമത്തിൽ നിന്നെയൊക്കെ ഒന്നും ചെയ്യാനുള്ള വകുപ്പില്ല എന്നുള്ള ആ മറ്റേടത്തെ ചിന്തയുണ്ടല്ലോ, അതാണ് നിന്നെ കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ ചെയ്യിപ്പിച്ചത്. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞതുപോലെ അതൊരു പ്രതിഷേധമാണ് എന്നുണ്ടെങ്കിൽ, എന്തിനാടി കോപ്പെ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്? നീ ഇതിനകത്ത് പറയുന്നത് പോലെ അയാൾക്ക് ഒരു മനുഷ്യനോടും ഒരു എമ്പതിയോ സിമ്പതിയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്ത് കോപ്പാടിയോ ഉള്ളത്? നിന്റെ ഈ കോപ്പിലെ വീഡിയോ കാരണം ആ പാവം പിടിച്ച മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. നിനക്ക് ആരോടാണ് എമ്പതി ഉള്ളത്? നീ എന്തിന്റെ എമ്പതിയുടെ പുറത്താണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? നീ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അയാൾക്ക് എന്താണ്ടോ സൈക്കോളജി പ്രോബ്ലം ആണ്, സെക്ഷൽ ബൗണ്ടറി വയലേഷൻ ആണ്. എവിടെയാണ്? സ്വകാര്യ ബസ്സിനകത്തോ? നിന്റെ വീട്ടിലെ ഉമ്മായോട് ചോദിച്ചാൽ മനസ്സിലാവും. നിന്റെ വീട്ടിൽ ഈ വണ്ടിയും കുണ്ടിയും ഒക്കെ വരുന്നതിന് മുമ്പ് അവരും ഇതുപോലെ പ്രൈവറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും എല്ലാം ഉണ്ടാവും. ഒരു ബസ് നിർത്തി അതിലെ യാത്രക്കാർ ഇറങ്ങാനായിട്ട് ബസ് നിർത്തി കൊടുക്കുമ്പോഴത്തേന് അവര് മുന്നിലേക്ക് നടക്കുന്നതിന്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അയാൾ എന്നെ മുട്ടിയെന്ന് പറയുന്ന നിന്റെ ആ കോപ്പിലെ വീഡിയോ കണ്ടാലേ അറിയാം അതിനകത്ത് റീച്ച് ഉണ്ടാക്കാനാണ് എന്ന്. സാധാരണയായിട്ട് നീ അതിൽ പറയുന്നത് നിന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് ഇയാളിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായതെന്നാണ്. അങ്ങനെ നീ അത് ഷൂട്ട് ചെയ്യാനാണ് വീഡിയോ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ക്യാമറയിൽ മുന്നിലെ വീഡിയോ ആണ് എടുക്കേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ റീൽ ഉണ്ടാക്കുന്ന പോലെയാണോ വീഡിയോ ഉണ്ടാക്കേണ്ടത്? ഇവിടെ പരത്തേറി വിളിക്കാനായിട്ടാണ് എന്റെ നാക്ക്. ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം സഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ മുഖം മനസ്സിലേക്ക് വന്നിട്ട് ഇവളെ പറഞ്ഞതൊന്നും മതിയാവുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വന്നത്. ഇത്രയ്ക്ക് തരം താങ്ങി പോകരുത്. നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെണ്ടിത്തരം കാണിച്ചിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോഴത്തേന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. റീച്ചിനപ്പുറത്ത് നമ്മുടെ മുന്നിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് ഇല്ലാണ്ടാക്കിക്കൊണ്ടാവരുത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത്.